മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ബോബി ബ്രദറാണ്. ഇന്ന് ബോബി ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. കർത്താവിൻ്റെ നന്മയും അനുഗ്രഹവും അധികമായി അനുഭവിക്കുന്ന വർഷമായിരിക്കട്ടെ ഇത്. നമുക്കൊരു നിമിഷം ബ്രദറിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ബ്രദറിനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രദറിൻ്റെ ജീവിതം പച്ചപ്പുള്ളയിടത്തായിരിക്കട്ടെ അപ്പാ. യേശുപ്പച്ച, സ്വസ്ഥതയുണ്ട് ബ്രദറിൻ്റെ ജീവിതം നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, തൻ്റെ ഭക്തൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയെന്ന് ദൈവജനം പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ മക്കൾ അനുഗ്രഹമായിരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, ബ്രദർ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. ബ്രദർ തൊടുന്നതൊക്കെയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ആൻറ്റി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, അനേകർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുന്ന വിധത്തിൽ അപ്പാ ആത്മീക നിലവാരത്തിലേക്ക് ആൻറ്റി ഉയർന്നു വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, ബ്രദറായിരിക്കുന്ന സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ നിറവുണ്ടാവട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പിതാവേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 24 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിനു സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഏപ്രിൽ 25 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുവാനിടയായിത്തീരും. നമ്മൾ ഓരോ ദിവസവും ദൈവിക സ്വഭാവത്തിലേക്ക് ഉയർത്തപ്പെടുവാനിടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം നമുക്ക് കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ 1-2 പ്രധാന കാര്യങ്ങൾ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എങ്ങനെയാ ഈ ഭൂമിയിലെ നന്മകൾ അല്ലെങ്കിൽ ദൈവിക നന്മകൾ നമ്മുടെ കൈകളിൽ തരുന്നത് എന്നുള്ള ശരിയായ ബോധ്യം നമ്മുടെ അകത്തില്ല എന്നതുകൊണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളിൽ പലരും ഇപ്പോൾ ഇരിക്കുന്നത് എന്താണെന്നറിയോ? ബ്രദറെ, ഏതെങ്കിലും ഒരു പ്രസംഗം ഒന്നും ബ്രദർ നിർത്തിയിട്ട് എൻ്റെ തലയിലോട്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ചിലത് ദൈവം ചെയ്യും, ഞാനല്ല, ദൈവം ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് മുഴുവൻ മാറണമെങ്കിൽ ദൈവവചനം നിങ്ങളുടെ അകത്തേക്ക് വരണം. വചനത്തിനാണ് നിങ്ങളെ മുഴുവൻ മാറ്റാൻ പറ്റുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ സ്റ്റെപ്പ് വയ്ക്കുകയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. ഒരിക്കൽ കൂടെ കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞൊരു വാചകം എന്നെ സ്പർശിച്ചു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ആ വാചകം ഒന്ന് വായിക്കട്ടെ, നിങ്ങളും എൻ്റെ കൂടെ ശ്രദ്ധയോടെ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാചകം. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. ഉൽപ്പത്തി എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാണ്. എന്നാൽ 2-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ആ ഉൽപ്പത്തിയുടെ വിവരം ഒന്നും കൂടെ ഷോർട്ടായിട്ട് വളരെ ചുരുക്കി ദൈവജനത്തിൽ എഴുതിയിരിക്കുക. അടുത്ത വാചകം, വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ വരാം. അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, നല്ലതെന്ന് കണ്ടു. വൃക്ഷലതാദികളെ സൃഷ്ടിച്ചു, നല്ലതെന്ന് കണ്ടു എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ വരാം. ഇവിടെ എഴുതിയിരിക്കുക, വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചുമിരുന്നില്ല.
വയലിലെ സസ്യങ്ങൾ എന്ത് ചെയ്തിരുന്നില്ല? മുളച്ചും ഇരുന്നില്ല. അടുത്ത വാചകം എഴുതിയിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കൂ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. അപ്പോൾ ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? മഴയുണ്ടായിരുന്നില്ല. അടുത്ത വാചകങ്ങൾ നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് വായിക്കൂ. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത വാചകം നിങ്ങൾ വായിച്ചേ. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അപ്പോൾ ദൈവം ഭൂമിയിലെ നനവിനെ സൂക്ഷിച്ചതും ചെടികളെ സൂക്ഷിച്ചതും മുളച്ചു വരാൻ പോകുന്നതുമായ സകലത്തിനെയും പരിപാലിച്ചതും ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി അതിനെ പരിപാലിച്ചു. ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, എന്തുകൊണ്ടാണ് നീ ഭൂമിയിലെ സസ്യങ്ങളെ വളരാൻ വിടാഞ്ഞത്? ദൈവം അതിനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് വളരെ വ്യക്തമാണ്. ആ വാചകം എഴുതിയിരിക്കുക. അടുത്ത വാചകം ശ്രദ്ധിച്ചേ, നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചേ. ഭൂമിയിൽ വേല ചെയ്യുവാൻ മനുഷ്യനില്ലായിരുന്നു. ആരില്ലായിരുന്നു? ഭൂമിയിൽ ജോലി ചെയ്യാൻ ആരില്ലായിരുന്നു? മനുഷ്യനില്ലായിരുന്നു. നിങ്ങളതിൻ്റെ ശരിയായ പഠനം ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയെ നോക്കാൻ ആളില്ലായിരുന്നു. ഭൂമിയിലെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം ആദ്യം ഈ ഭൂമിയിൽ സകലതും ഉളവാക്കിയെന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്, വേദപുസ്തകം പറയുക, ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുവാനാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയത് ആ ഭൂമിയിലുള്ള സകല കാര്യങ്ങളെയും മാനേജ് ചെയ്യുവാനാണ്, പരിപാലിക്കാനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നവർ ഇന്ന് ഒരു പടി കൂടെ വളരാനായി പോകുകയാണ്. ആമേൻ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവം ഈ ഭൂമിയിൽ എന്ത് ചെയ്തിരുന്നില്ല? ചിലത് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. കാരണം ഈ ഭൂമിയിൽ എന്തില്ലായിരുന്നു? മനുഷ്യനില്ലായിരുന്നു. അത് നോക്കാൻ ആളില്ലായിരുന്നു. ചില ആളുകൾ എൻ്റെ അടുക്ക് വന്ന് പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ കയ്യിൽ പൈസ തികയുന്നില്ല. പൈസ തികഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ദശാംശം കൊടുത്തേനെ. ദശാംശം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. എന്തില്ല? പൈസയില്ല. 100-ൽ 10 രൂപ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ല. ബ്രദർ, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് നിശ്ചയമായും അത് തരുവാനുള്ള കൃപ തരട്ടെ. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിലൊരു വാചകം പറയട്ടെ. ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ചെവി തുറന്ന് കേൾക്കണം. എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാനില്ലാത്തത്? ഞാൻ നിങ്ങളോട് പറയാം. 100 രൂപ ദൈവം നിങ്ങളുടെ കൈകളിൽ തരുമ്പോൾ ആ തരുന്ന പൈസയെ വ്യക്തമായി മാനേജ് ചെയ്യുവാൻ, എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആ 10 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ചർച്ചിലുള്ള വിശ്വാസികൾ, ഞാൻ ഒരിക്കൽ ഒന്നും കൂടെ വാചകം പറയട്ടെ. നിങ്ങൾക്ക് തരുന്ന ആ 100 രൂപയെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എന്തില്ല? ബോധ്യമില്ല. ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്ക് അടുത്തതും കൂടെ തരാൻ പറ്റാത്തത്. എൻ്റെ ചർച്ചയിൽ വരുന്ന കൂലി വേല ചെയ്യുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കൂലി വേലയ്ക്ക് പോകുന്നുണ്ടോ? ഒരു പോകുന്നുണ്ട്. എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? 750 രൂപ. എങ്ങനെയാ പൈസ ചെലവാക്കുന്നത്? അവർ പറയും, വീട്ടിൽ കസാരയില്ലായിരുന്നു ബ്രദറെ, അതുകൊണ്ട് കസാര എങ്ങനെ മേടിച്ചു? ദിവസം തോറും അടയ്ക്കുന്ന പൈസയിൽ മേടിച്ചു. അതുകൊണ്ട് കസാരയ്ക്ക് കുറച്ച് പോകും. TV മേടിച്ചു. TV മേടിക്കാൻ ഇടയായപ്പോൾ അതിൽ നിന്ന് കുറച്ച് അടച്ചു പോകും. അതിൻ്റെ ഇടയിൽ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചു. ആ ഫീസിന് വേണ്ടിയിട്ട് കുറച്ച് പോകും. അങ്ങനെ വട്ടിക്കാണ് പലിശ എടുത്തത്. വട്ടി പലിശക്കാരെ കുറേശ്ശെ അവിടെ കൊണ്ടുപോകുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പണം നിങ്ങൾ മാനേജ് ചെയ്യുന്നത് തെറ്റായ വിധത്തിലാണ്. 350 രൂപയുടെ കസാരയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന വില 3 മാസത്തിനകത്ത് 700-ഓ 1000-ഓ ആണ്. നിങ്ങൾക്കറിയാവോ? ഒരു ഹല്ലേലൂയ പറയാവോ? അതൊക്കെ ശരിയാ ബ്രദറെ. ഇപ്പോൾ കാര്യം നടന്നില്ലേ? കാര്യം നടക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്, കഴുതയാണ്.
അതിൻ്റെ കാരണം എന്താ? 350 രൂപ എന്ന സംഖ്യ ഒരു കടയിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അവൻ അന്നു മുതൽ ചെയ്യേണ്ടത് 10 ദിവസം കസേര ഇനിയും വേണ്ട, ഒരു 10 ദിവസം കൂടെ കസേരയിൽ ഇരിക്കുന്നില്ല, ഞാൻ പായിലേ ഇരിക്കുന്നുള്ളൂ, 10 ദിവസം കൂടെ ഞാൻ TV കാണുന്നില്ല, ഞാൻ ഇന്നു മുതൽ കസേരയ്ക്ക് വേണ്ടി 10 രൂപ ഞാൻ അടയ്ക്കാൻ പോകുന്ന പൈസ മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് പകുതി ദിവസം കൊണ്ട് കസേര മേടിക്കാം. ആരുടെയും തെറി കേൾക്കണ്ട, ആരുടെയും ചീത്ത വിളി കേൾക്കണ്ട. പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മുടെ സ്റ്റാറ്റസ് പോകും. നമ്മുടെ പ്രശ്നം പറയും കസേര ഇല്ലാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അജ്ഞത കൊണ്ട് നമ്മൾ പലിശക്കാരനെ നന്നാക്കുകയാ. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളൊരു കാര്യം പറയട്ടെ. വീട്ടിൽ സോളിയോ അല്ലെങ്കിൽ എൻ്റെ മോളോ പുറത്തിറങ്ങാൻ നേരത്ത് ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ചീപ്പ് കണ്ടോടി നീ. ചീപ്പ് കാണാനില്ല കേട്ടോ. ചീപ്പ് എവിടെ പോയി? ജോയന്ന ചീപ്പ് എടുത്തോണ്ട് പോവാ. ചീപ്പ് എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ അവള് പറയും അമ്മേ ഞാൻ എടുത്തില്ല. എന്റെ കാരണം എന്നാന്നറിയോ? ചീപ്പ് വെക്കേണ്ടതിന് ഒരു വ്യക്തമായ സ്ഥലമില്ല. ചീപ്പ് ചീവിയിട്ട് ആ ചീവിയ സ്ഥലത്ത് എവിടെയാണോ ഉള്ളത് അവിടെ ഇട്ടു. അത് ആ സ്ഥലത്തുനിന്ന് വേറൊരാളെടുത്തു, ആ സ്ഥലത്തുനിന്ന് വേറൊരാളെടുത്തു. ഇപ്പോൾ ആവശ്യം എൻ്റെ കൂടെ ഇറങ്ങി വരികയാ. ആ സമയത്ത് ചീപ്പ് തപ്പിയിട്ട് ചീപ്പ് കാണാനില്ല. അടുത്ത ചോദ്യം വന്നു, സ്ലൈഡ് എന്തേടി? ആവശ്യത്തിൽ കൂടുതൽ സ്ലൈഡ് ഉണ്ട്, പക്ഷെ സ്ലൈഡ് കാണാനില്ല. കാരണം സ്ലൈഡ് വെച്ച സ്ഥലം മറന്നുപോയി. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെയും ഭാര്യയുടെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോളിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. കാരണം കാറിനകത്തെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ സോളിയെ ഞാൻ കുറ്റം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് 90% ആളുകളും അങ്ങനെയാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? എൻ്റെ ഭാര്യയെ പോലെയാണ് നിങ്ങൾ. വ്യത്യാസമൊന്നുമില്ല. ഞാൻ അവളെ അതുകൊണ്ട് വഴക്കൊന്നും പറയാറില്ല. ഞാൻ അവളെ വഴക്ക് പറഞ്ഞു അവൾക്ക് ഇതുവരെയൊക്കെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതുപോലെയാണെന്ന് സമ്മതിക്കാവുന്നൊരു കരമുയർത്തി കാണിച്ചേ. കള്ളത്തരം പറയുന്നൊരു കൈ പൊക്കണ്ട, അല്ലാത്തൊരുന്ന് കൈ പൊക്കി കാണിച്ചെന്ന് കാണട്ടെ. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കാണട്ടെ. എൻ്റെ സകല ലീഡേഴ്സും കൈപൊക്കി. ഇവിടെ ഇരിക്കുന്ന കണ്ടോ സോളി, നിനക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഒറ്റയാളില്ലടി സോളി. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ലൈഡ് തപ്പേണ്ടി വരുന്നത്? യു ആർ നോട്ട് ഓർഗനൈസ്ഡ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അത് ഓർഗനൈസ്ഡ് അല്ല. നിങ്ങളുടെ ടേബിളിനകത്ത് ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ട് അവിടെ സ്ലൈഡ് ഇടാവൂ എന്ന് തീരുമാനമുണ്ടെങ്കിൽ ആ സ്ലൈഡ് അവിടെ ഉണ്ടായേനെ. നിങ്ങൾക്ക് പാത്രം മേടിക്കാൻ കാശില്ല എങ്കിൽ നിങ്ങൾ കുടിച്ചൊരു കുപ്പിയുടെ അറ്റം വെട്ടിക്കളഞ്ഞിട്ട് അതവിടെ വെക്കേ. നിങ്ങളുടെ ദാരിദ്ര്യത്തിലും നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആകാനായി പറ്റും. നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്തവരെ ഹല്ലേലൂയ പറയാത്തെ? ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് വന്നില്ല കേട്ടോ. ഇത് പറയണമെന്ന് സ്വർഗം പറഞ്ഞുകൊണ്ട് തലയിൽ ഒരു നിർബന്ധം കിടക്കുക. കാരണം ഫിനാൻസ് പഠിപ്പിക്കുകയാ. ഫിനാൻസിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ മുതൽ അയാൾ ഓർഗനൈസ്ഡ് ആയേ പറ്റത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ ഓഫീസ് മുറി വരണം. എനിക്ക് ഒരു സാധനം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മാറ്റി വെക്കുന്ന ഇഷ്ടമല്ല. ഞാനൊരു ബൈബിൾ വെച്ചാൽ അവിടെ കാണണം, എനിക്ക് ഒരു പേന വെച്ചാൽ അവിടെ കാണണം. 2 സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വീടിൻ്റെ താക്കോല് തപ്പി നടന്നിട്ടുള്ള ആളുകളൊന്ന് കൈപൊക്കി കാണിച്ചേ, ഒന്ന് കൈപൊക്കി കാണിച്ചേ. താക്കോല് തുറന്നിട്ട് എവിടെ വെക്കുന്നതെന്ന് ഓർമ്മയില്ല, എവിടെയെങ്കിലും അങ്ങ് ഇടും. പിന്നെ പൂട്ടാൻ നേരത്തെ ഈ സാധനം എവിടാന്ന് തപ്പത്തുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിലും പഠിക്കത്തില്ല. സത്യവാ ബ്രദറെ എന്ന് പറയാന്നിരുന്ന് കൈപൊക്കി കാണിച്ചേ. കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ആരെങ്കിലും ഇനി കൈപൊക്കത്തോണ്ടോ നോക്കിക്കേ. നിങ്ങൾ പറയുന്നത് ദൈവം ബ്രദറെ എനിക്കൊരു വീട് കൂടെ തരണമെന്നാ. ലിസൺ ടു മീ കെയർഫുള്ളി. എന്നെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ വാടക വീടിനെ നിങ്ങൾക്ക് നന്നായി സൂക്ഷിക്കാൻ കഴിയാതിരിക്കെ, ആ വീട്ടിനകത്ത് ദൈവം തന്ന അനുഗ്രഹങ്ങളെ പടിപടിയായി വൃത്തിയായി സൂക്ഷിക്കാതിരിക്കെ അടുത്തൊരു വീട് പറയുന്നത് സ്വർഗത്തെ കളിയാക്കുകയല്ലേ?
എന്താ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരിമാരെ, ശ്രദ്ധിച്ചേ, എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഒരു തുണിയെ അന്ന് കാണത്തുള്ളൂ. അതിന് ആ സമയത്ത് പറയും ഒരെണ്ണയല്ലേ ഉള്ളൂ, അവിടെ കിടക്കട്ടെ, നാളെ കഴുകാം. നാളെ ആവുക പറയും ഓ ഒരുമിച്ചങ്ങ് കഴുകാം. പിന്നെ ഒരാഴ്ചത്തെ ഒരുമിച്ചിരുന്ന് കഴുകും. പിന്നെ പറയും എനിക്ക് നടുകൊണ്ട് വയ്യ, ഒരാഴ്ചത്തെ തുണി മുഴുവൻ ഞാൻ കഴുകി കൂട്ടിയതാ. ആരാ നിന്നോട് ഒരാഴ്ചത്തെ തുണി മുഴുവൻ കഴുകാൻ പറഞ്ഞേ? ആ തുണി കഴുകാൻ ആകെ 15 മിനിറ്റ് മതിയായിരുന്നു. നീ അത് 2 മണിക്കൂറാക്കിയത് ആരുടെയും കുറ്റമല്ല. വാഷിംഗ് മെഷീൻ ഉള്ളവരെ നല്ലത്, നിങ്ങൾ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാ, എല്ലാം കൂടെ വാരിയും കിട്ടാൻ മതിയല്ലോ. പക്ഷേ ഇഫ് യു ആർ നോട്ട് ഓർഗനൈസ്ഡ്, ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗത്തിന് അടുത്തതിലേക്ക് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ എവിടെയോ ഒരു പ്രയാസമുണ്ട്. എൻ്റെ ചർച്ചിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ കൂടുതൽ പേരും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നവരല്ല. അങ്ങനെയല്ല. അവർ പറയും ഒരു ഞായറാഴ്ച പുറത്തു പോയി ഇന്ന് കഴിക്കാറുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു ദിവസം ഞായറാഴ്ചകളിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും സാധിക്കുന്നുവെങ്കിൽ പുറത്തു പോയി കഴിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും ബോണ്ട മേടിച്ച് കാശ് കളയല്ലേ? നിങ്ങളുടെ ആമീനൊക്കെ എന്താ പോയേ? 5 രൂപയുടെ കടി മേടിക്കാൻ വലിയ പാടൊന്നുമില്ല, ശരിയാ. പക്ഷെ 1 കിലോ ഏത്തപ്പഴം മേടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വയറ് നിറച്ച് ആ ഏത്തപ്പഴം കൊണ്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള ബോധമില്ല. അതിന് മെനക്കെടാൻ നമുക്ക് കഴിയത്തില്ല, നമുക്കതിന് ഇഷ്ടമല്ല. ഹെൽത്തി ആയിട്ട് എനിക്ക് കഴിക്കാമെന്ന് ബോധമില്ല. ഏത് എണ്ണയിൽ അവൻ വറുത്ത് തരുന്നെന്ന് അറിയത്തില്ല. പക്ഷെ അതായാലും അതാ രുചി, മടിയ. നിങ്ങളുടെ പൈസ ചോരുന്ന സ്ഥലമടയ്ക്കാതെ പൈസ ഉണ്ടാകുന്നതിന് വേണ്ടി കരയരുത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ പൈസ ചോരുന്ന സ്ഥലം അറിയാതെ. പറഞ്ഞേ, വായ തുറക്ക്. എന്താ മിണ്ടാത്തത്? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, ആ ചോരുന്ന ആള് തന്നെ അവിടെ ഇരിക്കുന്ന, ഒരു കുഴപ്പമില്ല, ആ വ്യക്തി കേൾക്കേണ്ട കാര്യമാ. മുഖത്ത് നോക്ക്, കൈ പിടിക്കുക, എന്നിട്ട് പറ, നിന്റെ പൈസ ചോരുന്ന സ്ഥലമടയ്ക്കണം. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ബ്രദറെ, ശരിയാന്ന് പറയാവുന്നവരൊന്ന് കരമുയർത്തി കാണിച്ചേ. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തി കാണിച്ചേ. എന്നിട്ട് ദൈവത്തോട് നമ്മൾ പരാതി പറയും, ദൈവമേ എന്താ നീ തരാത്തെ? എനിക്ക് ഒന്നിനും തികയുന്നില്ല. തികയാത്തതിൻ്റെ കാരണം ഞാൻ പറയാം, നിനക്ക് തന്നതിനെ ഇതുവരെ നീ എന്ത് ചെയ്തിട്ടില്ല? ശരിയായ വിധത്തിൽ മാനേജ് ചെയ്തില്ല, ശരിയായ വിധത്തിൽ ഓർഗനൈസ് ചെയ്തില്ല. നമ്മുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചത് ശരിയായ വിധത്തിൽ ഓർഗനൈസ് ചെയ്യാത്ത ഒരു വ്യക്തി അടുത്ത പടിയിലേക്ക് വരുവാൻ പ്രയാസമാണ്. അടുക്കും ചുറ്റോടും കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, അമ്മയുടെ പേര് രാധാമണി എന്നാണ്. രാധാമണി, ചെമ്മക്കാട് എന്ന് പറയുന്നത്. ചെമ്മക്കാട് എന്നൊരു സ്ഥലത്ത് വരുന്നത്. ഈ അമ്മയ്ക്ക് 2 സൗഖ്യമാണ് കർത്താവ് കൊടുത്തത്. അമ്മയുടെ മകൻ ഒരു വലിയ വിടുതൽ കൊടുത്തു. ഓക്കെ. 2 അമ്മയ്ക്ക് കൊടുത്തു. ഓക്കെ. മകനുണ്ടായ സൗഖ്യം എന്ന് പറയുന്നത്, മകന് പൈൽസിന്റെ അസുഖം കൂടിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ടോയിൻ ചെയ്തു. ഇവരുടെ ഈ പൈൽസിൽ ടോയിൻ ചെയ്തതിന് ശേഷം അത് പഴുത്തു, അത് ഇൻഫെക്ഷനായി. ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ മകൻ കല്ലട എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയുടെ ബസ് ബാംഗ്ലൂരുള്ള വോൾവോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ അസുഖത്തെ തുടർന്ന് ആ കമ്പനി മോനെ പറഞ്ഞു വിട്ടു. അവൻ ആകെപ്പാടെ നിരാശയിലായിരുന്നു. ആ സമയത്താണ് അമ്മ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വന്ന് അമ്മ ഇവിടെ വന്ന് മോന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആക്ച്വലി മോൻ ഇവിടെ വന്നില്ല, പക്ഷെ ഒരു കാര്യം ചെയ്തു. മോൻ ജോൺ ബോറിന്റെ TV പ്രോഗ്രാം വീട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മോൻ അവിടെ ഇരുന്ന് വിശ്വസിച്ചു.
ചികിത്സിച്ചു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ പൈൽസ് പഴുത്ത് പൊട്ടാറായി നിന്നത് പൂർണ്ണമായി സൗഖ്യമായി. അവിടെ കൊണ്ടും തീർന്നില്ല, ആ മകനെ തിരിച്ച് ആ ട്രാവൽ ഏജൻസി തന്നെ വണ്ടിയിലേക്ക് ഡ്രൈവറായിട്ട് വിളിച്ചിപ്പോൾ അതിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കല്ലടിയിൽ ഇപ്പോൾ ജോലി ചെയ്യുവാണ്. അതെ, ഇതെല്ലാം ശരിയാണോ? ശരി തന്നെ. രണ്ടാമത്തെ കാര്യം, അമ്മയ്ക്ക് മുട്ട് ചിരട്ട തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിനെ പ്രതി നടക്കാൻ പറ്റത്തില്ലായിരുന്നു, കാലം മുട്ട് മടക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ജോൺ ബയർ അടുത്ത് വന്നു. ജോൺ ബയർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച നിമിഷം മുതൽ യേശു പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. നമ്മുടെ കാലിന് പ്രയാസമായിരുന്നോ? ബാത്റൂമിൽ പോലും പോകാനൊക്കത്തില്ലായിരുന്നു. ഞാൻ ഒരാൾ താങ്ങിന്റെ പുറത്ത് ബാത്റൂമിലൊക്കെ പോകുന്നത്. ഒരാൾ താങ്ങിയ ബാത്റൂമിൽ പോയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, സൗകര്യമായിട്ട് പോയിരുന്നു. ബാത്റൂമിലൊക്കെ പോകാം, ജോലികളെല്ലാം ചെയ്യാം. കാലെന്തുവായിരുന്നു അമ്മയ്ക്ക് പ്രയാസം? എക്സ്റേ എടുത്തപ്പോ ഈ ചിരട്ട അങ്ങ് വിട്ടിരിക്കുക. എക്സ്റേ എടുത്തപ്പോ ചിരട്ട വിട്ടിരിക്കുവോ? അതുകൊണ്ട് ഡോക്ടർ എന്തോ പറഞ്ഞു അമ്മയോട്? ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിവർത്തിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു തൽക്കാലമായിട്ട് അമ്മ എന്നാൽ വെയിറ്റ് ഒന്നും എടുക്കരുത്, സുഖമായിട്ട് വീട്ടിലിരിക്കണം, മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പറ്റത്തില്ല, ഞാൻ നിവർത്തിയില്ല. ഞാൻ വന്ന് പ്രാർത്ഥനയ്ക്ക് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാനിവിടെ. അമ്മ എവിടുന്ന വരുന്നേ? ഞാൻ ചെമ്മക്കാട് ചാറുകട. അമ്മയുടെ കാലൊന്ന് കാണിച്ചു തന്നെ. ഇത് മാറിയിരിക്കുമായിരുന്നു ഈ ചിരട്ട. എങ്ങനെയമ്മേ? ഇവിടെ വിട്ടിരുന്നായിരുന്നു. ആ ചിരട്ട അവിടുന്ന് വിട്ടിരിക്കുമായിരുന്നു. അയ്യോ, എന്നെ വിഷമമായിരിക്കും അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ അമ്മയുടെ കാലിലെ ചിരട്ട വിട്ടിരിക്കുമായിരുന്നു, ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുമായിരുന്നു. ഇപ്പൊ ആ ചിരട്ട പഴയ സ്ഥലത്ത് വന്നിരുന്നോ? സ്ഥലത്ത് വന്നിപ്പോ എനിക്ക് നടക്കുകയും കയറുകയൊക്കെ ചെയ്യാം, വെയിറ്റും എടുക്കാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, യേശു ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് സോണിയ എന്നാണ്. സോണിയ. ഈ സിസ്റ്ററിന്റെ വീട് ചെങ്ങന്നൂർ ആണെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് സിസ്റ്ററിനുണ്ടായ അത്ഭുത സാക്ഷ്യം പറയാൻ കോയമ്പത്തൂരിൽ നിന്നാണ് ഈ സിസ്റ്റർ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര കാര്യമാണ്. ഈ സിസ്റ്ററിന്റെ പ്രശ്നം എന്ന് പറയുന്നത് 15 വർഷമായിട്ട് ഈ സിസ്റ്ററിന് സന്ധിവേദന ഉണ്ടായിരുന്നു. 15 വർഷമായിട്ട് ഈ സിസ്റ്ററിന് സന്ധിവേദന ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു, ജോലിയിലൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ ബ്രദറിന്റെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ബ്രദർ ഇപ്രകാരം ഒരു ദൂത് പറഞ്ഞു. ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററിന്റെ സന്ധിവേദനയെ യേശു കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ നിമിഷം തന്നെ ആ സിസ്റ്ററിന് 15 വർഷമായിട്ടുണ്ടായിരുന്ന സന്ധിവേദന പൂർണ്ണമായിട്ട് ആ നിമിഷം തന്നെ മാറി. അന്ന് മോൾക്ക് മാറിയോ? മാറി. 15 വർഷമായിട്ടുണ്ടായിരുന്നു ആ വേദന. രാത്രിയിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, ഒരാളുടെ സഹായം വേണം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. പൂർണ്ണമായിട്ട് മോൾക്ക് മാറി? വേദനയേ ഇല്ല. 2 മാസമായിട്ട് ശാലം പോലും വേദന. 2 മാസമായിട്ട് വേദനയില്ല. മോള് കോയമ്പത്തൂരിൽ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാണോ? അതെ, അതിനുവേണ്ടി വന്നു. അതിനുവേണ്ടി വന്നതാ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലം വരെ വന്നിരിക്കുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ പോയാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ കർത്താവെ, പടിപടിയായി ദൈവിക സ്വഭാവത്തിലേക്ക് ഉയർന്നത് വരുവാൻ തക്കോണം അപ്പാ അവിടുത്തെ അഭിഷേകത്തെ പകർന്നിരിക്കാൻ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതത്തിൽ നിന്നും കർത്താവെ ദൈവിക സ്വഭാവത്തിലേക്ക് കർത്താവെ ഓരോ വ്യക്തികളും ഉയർന്നു വരുവാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവെ, PG പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കർത്താവെ, താനായിരിക്കുന്ന ഇടത്ത് തനിക്ക് നന്നായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വേദനയോടെ ആയിരിക്കുന്ന ആ സിസ്റ്ററെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കർത്താവെ ആ വ്യക്തി പുറത്തു വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ കൃപ സിസ്റ്റർ മേൽ വ്യാപരിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അസാധ്യമെന്ന് തോന്നിയിരിക്കുന്ന ആ കാര്യത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വിദേശത്ത് പോകേണ്ടതിന് പലതവണ എക്സാം എഴുതിയിട്ടും അതിൽ വിജയമുണ്ടാകാതായിരിക്കുന്ന കർത്താവെ, ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. കർത്താവെ, ആ കുടുംബത്തിന്മേൽ ആ വാതിലുകൾ തുറക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വാതിലുകൾ തുറക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു.
സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം കർത്താവെ കൈകളിൽ വരുന്ന പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ചോർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. കർത്താവെ അവർക്ക് കിട്ടുന്ന തുച്ഛമായ തുകയാണെങ്കിൽ പോലും കർത്താവെ അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കേണ്ടതിന് അപ്പോൾ അവിടുത്തെ അഭിഷേകം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുപ്പച്ചായനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സമൃദ്ധി കൊണ്ട് നിറയട്ടെ അപ്പാ. അവിടുത്തെ ആരോഗ്യം കർത്താവെ ആ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കഴുത്തിൻ്റെ എല്ലുകൾ തേഞ്ഞുപോയി. കർത്താവ് അവളുടെ കഴുത്തിനൊരു പുതിയ എല്ല് കൊടുത്തു. ഇദ്ദേഹം ക്യാൻസർ മാറിയ യേശുവിലേക്ക് വന്നേ. ഇപ്പോൾ കള്ളുകൂടി നിർത്തിയപ്പോൾ 10-25 പേരുമായിട്ട് ചർച്ചിലും വരുന്നുണ്ട്. നിന്റെ കയ്യിലൊരു പെൺകൊച്ചിരിക്കുന്നത് കണ്ടിടാൻ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471-257-9998. സൗരങ്ങളെ, ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയുക. നിങ്ങൾക്കറിയാം, ഞാൻ 4 ചാനലിലുണ്ട്. സൂര്യയിലുണ്ട് 5:30, ഫ്ലവേഴ്സിലുണ്ട് 6:30, ജീവനിൽ രാവിലെ 7:30-ക്കും 11:30-ക്കും, ഹാർവസ്റ്റ് TV 9-നും രാത്രി 12-നും. എന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം GJTW എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ 4 പ്രോഗ്രാമുകളും മറ്റു പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും. മാത്രമല്ല, സാധിക്കുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെൽ ബട്ടൺ കാണാൻ കഴിയും. ആ ബെൽ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ആ ദിവസം മുതൽ നിങ്ങളുടെ മൊബൈലിലും ടാബിലും യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പ്രോഗ്രാം നോട്ടിഫിക്കേഷൻ വരും. അത് നിശ്ചയമായും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അനേകരെ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് സൗഖ്യമാകുന്ന കാഴ്ച വളരെ സന്തോഷത്തോടെ ഞങ്ങളും കാണുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറന്നു പോരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അപ്പോസ്റ്റൽ ജോൺ ദാരു എന്നാണ്. നിങ്ങൾക്കും ആ കാര്യം ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാം. പിന്നീട് ആ ദിവസം മുതൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള. കൂടുതൽ വിവരങ്ങൾക്ക് 0471-257-9998.